കാസർഗോഡ് പൈവളികെ കയ്യാറിലെ വീട്ടിൽ നടന്ന കവർച്ചയിലെ ട്വിസ്റ്റ്. അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ നഷ്ടപ്പെട്ട സ്വർണം അലമാരയ്ക്കടുത്തുനിന്ന് കണ്ടെത്തി. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 10 പവൻ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടുവെന്നായിരുന്നു പരാതി. ഷഫീഖ് നസറുള്ള വിവരങ്ങളുമായി. ഷഫീഖ്, എന്താണ് സംഭവം? ഇന്നലെ രാത്രി 7:30 മണിക്കും 8:30 മണിക്കും ഇടയിൽ മോഷണം നടന്നു എന്നതായിരുന്നു ആദ്യ പരാതി. ആ പരാതിയിൽ 10 പവൻ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടമായിട്ടുണ്ട്. വീട്ടിന്റെ വാതിൽ പൊളിച്ച് അതിനകത്ത് കടന്ന മോഷ്ടാവ് ഈ അലമാര കുത്തി തുറന്നതിനു ശേഷം അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം നഷ്ടപ്പെട്ടു എന്നാണ്. ഇന്ന് രാവിലെ നടത്തിയ അന്വേഷണത്തിൽ അതിൽ 5 പവൻ ബന്ധുവിന്റെ കൈവശമുണ്ട് എന്ന് കുടുംബങ്ങൾ തന്നെ സ്ഥിരീകരിച്ചു. അങ്ങനെ 5 പവനാണ് നഷ്ടപ്പെട്ടത് എന്ന രൂപത്തിലേക്ക് ഈ മോഷണ പരാതി മാറി. പിന്നീട് പോലീസും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തിയിരുന്നു. പോലീസും ഡോഗ് സ്ക്വാഡും നടത്തിയ പരിശോധനയിലാണ് ഈ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന സ്വർണ്ണാഭരണം കണ്ടെത്തിയത്. ഡോഗ് സ്ക്വാഡ് ചില സൂചനകൾ നൽകിയിട്ടുണ്ട്. ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് പരിശോധിക്കുന്നത്. ഇന്നലെ രാത്രി 7:30 മണിക്കും 8:30 മണിക്കും ഇടയിൽ ഈ വീട്ടിൽ നിന്ന് ആളുകൾ തൊട്ടടുത്തുള്ള പള്ളിയിൽ ഒരു സ്വലാത്ത് നടക്കുന്നുണ്ട്. ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പോയി തിരിച്ചു വന്ന സമയം 1 മണിക്കൂറിനുള്ളിലാണ് ഈ മോഷണം നടന്നു എന്ന വിവരം മനസ്സിലാവുന്നത്. അലമാര തുറന്ന നിലയിലായിരുന്നു. അതിലുള്ള സാധനങ്ങളൊക്കെ വാരി വലിച്ചിട്ട നിലയിലായിരുന്നു. അവിടെയാണ് 10 പവൻ സ്വർണം നഷ്ടപ്പെട്ടു എന്ന വിവരം ഉണ്ടായിരുന്നത്. ഇത് പാലക്കാട് ഹോട്ടൽ വ്യാപാരിയായിരുന്ന യൂസുഫിന്റെ വീട്ടിലാണ് ഇങ്ങനെ കവർച്ച നടന്നത്. യൂസുഫിന്റെ ഭാര്യയും 3 മക്കളുമാണ് ഈ സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. അവരാണ് പള്ളിയിൽ നടന്ന ഒരു പരിപാടിയിലേക്ക് പോയത്. ഈ വീട്ടുകാർ ഇങ്ങനെ പള്ളിയിലേക്ക് പോകുന്നു വിവരം അറിഞ്ഞവരായിരിക്കും ഈ മോഷണത്തിനെത്തിയത് എന്ന സൂചന ഇന്നലെ രാത്രി തന്നെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് 10 പവൻ സ്വർണ്ണാഭരണം എന്നത് 5 പവൻ അവരുടെ ബന്ധുവിന്റെ കൈവശമുണ്ട് എന്ന് രാവിലെ ഉറപ്പുവരുത്തുന്നു. അങ്ങനെ 5 പവൻ മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ എന്ന രൂപത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ വീട്ടിൽ ഡോഗ് സ്ക്വാഡും പോലീസും എത്തി പരിശോധന നടത്തുന്നതിലാണ് ഈ മോഷണം പോയി എന്ന ആഭരണം കിട്ടിയത്. അത് ആരാണ് എന്നത് ഷഫീഖ് നസറുള്ളയാണ് വിവരങ്ങൾ നൽകിയത്.